ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 63. നമ്മുടെ മെത്രാന്മാരുടെ കണ്ടുപിടുത്തം. വളരെ സുപ്രധാനമായ ഒരു സംഭാവന പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക മെത്രാന്മാർ, സീറോ മലബാർ സഭയുടെ മെത്രാന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായ ഒരു കണ്ടുപിടുത്തമാണ്. അതെന്താണെന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നരകത്തിൻ്റെ താക്കോല് ഈശോയുടെ കയ്യിൽ, സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് പത്രോസിൻ്റെ കയ്യിൽ, രക്ഷയുടെ ആദ്യ ഗഡു അതായത് പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് ലിറ്റർജിയിലാണ്, അതായത് രക്ഷയുടെ അച്ചാരം നമുക്ക് ലഭിക്കുന്നത് ലിറ്റർജിയിലാണ്, അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ കൃപയിൽ മരിക്കുമ്പോഴാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. അതിൽ നിന്ന് അവസാനത്തെ ഖണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 1083. The dual dimension of Christian liturgy as a response of faith and love to the spiritual blessings the Father bestows on us is thus evident. On the one hand, the Church, united with her Lord and in the Holy Spirit, Luke 10:21, blesses the Father for his inexpressible gift, 2 Corinthians 9:15, in her adoration, praise, and thanksgiving. On the other hand, until the consummation of God's plan, the Church never ceases to present to the Father the offering of his own gifts and to beg him to send the Holy Spirit upon the offering, upon herself, upon the faithful, and upon the whole world, so that through communion in the death and resurrection of Christ the priest, and by the power of the Spirit, these divine blessings will bring forth the fruits of life to the praise of his glorious grace. Ephesians 1:6. ഇതിൻ്റെ ഒരു പരിഭാഷ ഞാൻ എൻ്റെ വക ഒരു പരിഭാഷ നൽകാം. മറ്റൊരു പരിഭാഷ നിങ്ങൾക്ക് കത്തോലിക്ക സഭയുടെ മതബോധനം എന്നുള്ള POS എന്നുള്ള പരിഭാഷയിൽ കിട്ടും. ദൈവപിതാവ് നമ്മുടെ മേൽ ചൊരിഞ്ഞ ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വിശ്വാസത്തിലും സ്നേഹത്തിലും നൽകപ്പെടുന്ന പ്രതിസ്പന്ദം എന്ന നിലയിൽ ക്രിസ്തീയ ലിറ്റർജിക്ക് 2 ചക്രവാളങ്ങളുണ്ട്. ഒരു വശത്ത് പരിശുദ്ധ റൂഹായിൽ ലൂക്ക 10:21 തന്റെ നാഥനോട് ചേർന്ന് സഭ ദൈവപിതാവിനെ അവന്റെ അവർണ്ണനീയമായ ദാനത്തിന് 2 കൊറിന്ത്യൻസ് 9:15 ആരാധന, സ്തുതിപ്പ്, സ്തോത്രം എന്നിവയിലൂടെ വാഴ്ത്തുകയാണ്. മറുവശത്ത് ദൈവത്തിന്റെ പദ്ധതി അതിന്റെ സമ്പൂർണ്ണ പരിസമാപ്തിയിൽ എത്തുന്നത് വരെ ദൈവപിതാവിന് അവന്റെ തന്നെ ദാനങ്ങൾ സമർപ്പിക്കുന്നതിൽ നിന്ന് സഭ വിരമിക്കുന്നില്ല. അങ്ങനെ സമർപ്പിച്ചതിന് ശേഷം അവനോട് സഭ യാചിക്കുകയാണ് കാഴ്ചവസ്തുവിന്മേലും സഭയുടെ മേലും സത്യവിശ്വാസികളുടെ മേലും ലോകം മുഴുവന്റെ മേലും അവന്റെ പരിശുദ്ധാത്മാവിനെ അയക്കാൻ. ക്രിസ്തു എന്ന ഏക പുരോഹിതന്റെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള സംയോജനത്തിലൂടെയും പരിശുദ്ധ റൂഹായുടെ ശക്തി വഴിയായും ഈ ദൈവിക അനുഗ്രഹങ്ങൾ അവന്റെ തേജസ്സുള്ള കൃപയുടെ സ്തുതിക്കായി എഫേഷ്യൻസ് 1:6 ജീവന്റെ ഫലം പുറപ്പെടുവിക്കേണ്ടതിനാണിത്. എന്താണ് ഈ ഖണ്ഡത്തിൽ പറയുന്നത്? ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്താണ് കത്തോലിക്ക സഭയുടെ മതബോധനം ലിറ്റർജിയെക്കുറിച്ച് പറയുന്നത്? പ്രധാനമായും 2 കാര്യങ്ങളാണ്. ക്രിസ്തീയ ലിറ്റർജിക്ക് ഇരട്ട ചലനഗതിയുണ്ട്. ദ്വിവിധ ചക്രവാളം, 2 ചക്രവാളം, 2 മാനങ്ങൾ എന്നാണ് ഈ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇരട്ട ചക്രവാളങ്ങളുണ്ട്, 2 ചക്രവാളങ്ങൾ, 2 മാനങ്ങൾ. ഞാനെന്ന് പറയുന്നത് ഇരട്ട ചലനഗതി എന്നാണ്. മുകളിലോട്ടും താഴോട്ടുമുള്ള വഴികളിലൂടെ ലിറ്റർജി സഞ്ചരിക്കുന്നു. മുകളിലോട്ടും താഴോട്ടും
ആരോഹണം അവരോഹണം. കാരണം ദൈവവും അവന്റെ സ്വന്തം ആളുകളും തമ്മിലുള്ള ഒരു സർഗ സംഭാഷണമാണ് ലിറ്റർജി. സർഗം എന്ന് വെച്ചാൽ ക്രിയേറ്റീവ്, സർഗാത്മക സംഭാഷണം. ആ സംഭാഷണത്തിൽ നിന്നൊരു സൃഷ്ടി ഉണ്ടാകുന്നു, ഒരു അന്യാദൃശമായ അതുല്യമായ സൃഷ്ടി. ഇതിൽ ഏതാണ് ഈ മുകളിലേക്കുള്ള ചലനഗതി? മുകളിലേക്കുള്ള ചലനഗതി വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രത്യുത്തരം നൽകുന്നു. അതാണ് മുകളിലോട്ട ചലനഗതി. വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മൾ ദൈവത്തിന് ഒരു പ്രതിസ്പന്ദം, പ്രത്യുത്തരം നൽകുന്നു. അത് ആരാധന, സ്തുതിപ്പ്, സ്തോത്രം. സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദി പ്രകാശനം എന്നീ രൂപമെടുക്കുന്നു. അപ്പോൾ വിശ്വാസവും സ്നേഹവും പ്രകടിപ്പിക്കുന്നത് ആരാധന, സ്തുതിപ്പ്, സ്തോത്രം എന്നീ രൂപമെടുക്കുന്നു. അത് നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി ആണ് ചെയ്യുന്നത്. ആ വാക്കെടുത്തിരിക്കുന്നത് ലൂക്കാസിന്റെ സുവിശേഷം 10:21. ആ സന്ദർഭം ഓർക്കുന്നുണ്ടാകും. ഈ 70 പേരെ കർത്താവ് പ്രേക്ഷിത പ്രവർത്തനത്തിന് അയച്ചു. അവർ തിരിച്ചു വന്ന് കർത്താവ് അവരെ അധികാരപ്പെടുത്തിയതുപോലെയൊക്കെ അവർ ചെയ്തു എന്ന കാര്യം കർത്താവിനെ അറിയിക്കുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി പിതാവായ ദൈവത്തെ സ്തുതിച്ചു എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി ക്രിസ്തു ദൈവപിതാവിനെ, പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനെ സ്തുതിച്ചതുപോലെ സഭ ഇപ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി വിശ്വാസത്തിലും സ്നേഹത്തിലും ആരാധനയുടെയും സ്തുതിപ്പിന്റെയും സ്തോത്രത്തിന്റെയും പ്രതിസ്പന്ദം, പ്രത്യുത്തരം കൊടുക്കുകയാണ്. ഇവിടെ 2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിലും സ്നേഹത്തിലും പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈ 2 കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഇച്ചിരി കൂടി വിശദമായിട്ട് പറയാം. നമുക്ക് ആദ്യം തന്നെ ചോദിക്കാം, ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും അത് എപ്പോഴും നമ്മളിങ്ങനെ പ്രകടിപ്പിക്കേണ്ടതുണ്ടോ? എല്ലാ ദിവസവും കുർബാനയിൽ അല്ലെങ്കിൽ മറ്റ് ലിറ്റർജിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ? നമ്മൾ കുടുംബജീവിതം നോക്കുക, അതൊരു സർഗ സംഭാഷണമല്ലേ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു സർഗ സംഭാഷണമാണ് വിവാഹം എന്ന് പറയാം. അവിടെ സംഭാഷണമുണ്ട്, കൊടുക്കലും വാങ്ങലുണ്ട്, അതിലൊരു സൃഷ്ടികർമ്മമുണ്ട്, സർഗശക്തിയുണ്ട്. പക്ഷേ പല വിവാഹ ബന്ധങ്ങളും നമുക്കറിയാം, അയൽപ്പക്കത്തും നമ്മുടെ വീട്ടിലൊക്കെ അറിയാവുന്ന കാര്യം ആണ്. വളരെയധികം കുടുംബ ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ആഴത്തിലേക്ക് പോയാൽ മനസ്സിലാക്കുന്നത്, ഞാൻ ഉദാഹരണത്തിനോട് പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഭർത്താവ് എല്ലാ ദിവസവും ഭാര്യയോട് പറയണം. ഭാര്യ ഇത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ ചോദിക്കുകയും ചെയ്യും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നോ? ചേട്ടൻ എന്നെ സ്നേഹിക്കുന്നോ? അപ്പോൾ നിനക്ക് അറിയാൻ പാടില്ല എന്ന് ചോദിച്ചാൽ പോരാ, അവൾക്കൊരു റീകൺഫർമേഷൻ വേണം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സ്നേഹത്തിന് ഒരു പുതുമയുണ്ടാകുകയാണ്. എന്ന് വെച്ചാൽ അവളെ ഒരിക്കൽ തെരഞ്ഞെടുത്താൽ പോരാ, എല്ലാ ദിവസവും തെരഞ്ഞെടുക്കണം. ഒരിക്കൽ ഭാര്യയെ തെരഞ്ഞെടുത്തതല്ലേ എന്ന് വിചാരിച്ച് നിൽക്കാൻ പാടില്ല. എല്ലാ ദിവസവും ആ തെരഞ്ഞെടുപ്പ് നടക്കണം. അപ്പൊ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ തെരഞ്ഞെടുക്കുകയാണ് അന്ന്, എല്ലാ ദിവസവും. അതുപോലെ മറ്റൊരു കാര്യമാണ്, നീ സുന്ദരിയാണ്, നീ സുന്ദരിയാണ്. അവളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു, ഭർത്താവിനത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഇതെല്ലാ ദിവസവും അവൾക്ക് തന്നിലുള്ള വിശ്വാസവും അവൾക്ക് തന്നിലുള്ള സ്നേഹവും പുതുക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ആ ബന്ധം ശരിയായിട്ട് വളരില്ല, ഫലപ്രദമാകില്ല, ഫലമണിയില്ല, രണ്ടും വളരില്ല. ഈ സ്നേഹത്തിലും വിശ്വാസത്തിലും വളരണമെങ്കിൽ അത് പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഈ സർഗ സംഭാഷണം എന്നും നടക്കേണ്ട സംഗതിയാണ്. ഇതാണ് വിശ്വാസത്തിലും സ്നേഹത്തിലുമുള്ള പ്രതിസ്പന്ദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, നമ്മൾ പാശ്ചാത്യ രാജ്യങ്ങളെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എല്ലാത്തിനും നന്ദി പറയണം, നന്ദി പറയും. അത് സ്വാഭാവിക പ്രതിസ്പന്ദമാണ്. ഭാര്യ ഭർത്താവിന് ഒരു ഉപകാരം ചെയ്തു കൊടുത്താലും, ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്താലും, മക്കൾക്ക് കൊടുത്താലും, മക്കൾ മാതാപിതാക്കൾക്കാണെങ്കിലും ആരെന്ത് ചെയ്താലും നന്ദി പറയും. എന്തിനാണ് നന്ദി പറയുന്നത്? അതൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ നന്ദി പറയാന്നുള്ളത് വളരെ ചുരുക്കമാണ്. ഇനി നന്ദി ഉണ്ടെങ്കിൽ പോലും അത് പ്രകാശിപ്പിക്കില്ല. നന്ദി ഉണ്ടാകണം, അത് പ്രകാശിപ്പിക്കണം. 10 പേരല്ലേ സുഖപ്പെട്ടത്? ഒരുത്തൻ എവിടെയെന്ന് കർത്താവ് തന്നെ ചോദിച്ചു. അല്ല, ഒരാളെ വന്നുള്ളൂ, ബാക്കി 9 പേരെ എവിടെയെന്ന് കർത്താവ് തന്നെ ചോദിച്ചു. നന്ദി പറയണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്തിനാണ് ദൈവത്തിന് സ്തോത്രം അഥവാ നന്ദി പറയുന്നത്? കൃപയിലൂടെ രക്ഷ, കൃപയിലൂടെ രക്ഷ എന്ന വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ദാനത്തിന്, അതിനാണ് സ്തോത്രം ചെയ്യുന്നത്, നന്ദി പറയുന്നത്. കൃപയിലൂടെ രക്ഷ നൽകി എന്ന് അവർണ്ണനീയമായ വാക്കുകളില്ലാത്ത ഒരു ദാനത്തിനാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഒന്നാമത്തെ കാര്യം,
എന്തിനാണ്? വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിസ്പന്ദം എന്നുള്ളതാണ്. സ്നേഹം പുതുക്കിക്കൊണ്ടിരിക്കണം, വിശ്വാസം പുതുക്കിക്കൊണ്ടിരിക്കണം, പരസ്പരമുള്ള വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും. അതിനാണ് ഈ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രതിസ്പന്ദം കൊടുക്കുക എന്ന് പറയുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രയോഗം. അവിടെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചിട്ടാണ് നമ്മൾ വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിസ്പന്ദം കൊടുക്കുന്നത്. അപ്പൊ ഈ വിശ്വാസത്തിൽ ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു, ക്രിസ്തു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു എന്നാണ്. മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചതുപോലെ തന്നെയാണിത്. മഗ്നിഫിക്കാത്ത് പറയുന്നത് ലൂക്കാസ് 1:47, മറിയം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ചു, യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുന്നു. രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് അഗല്ലിയാവോ എന്നാണ്. അഗല്ലിയാവോ, ആനന്ദിച്ച് ആഹ്ലാദിച്ച് തുള്ളിച്ചാടി എന്നാണ് ശരിക്കും അതിന്റെ ആക്ഷേയം. ആനന്ദിച്ച് തുള്ളിച്ചാടി അല്ലേ, ആനന്ദിച്ച് ആഹ്ലാദിച്ച് തുള്ളിച്ചാടി. അതായത് അത്രയധികം സന്തോഷമാണ് പരിശുദ്ധാത്മാവില്. ചിലര് പറയും യേശു സ്വന്തം ആത്മാവിലാണ്. ഈ ചില പരിഭാഷകളില് ആത്മാവിൽ എന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൽ നിന്നില്ല. അപ്പൊ യേശു തന്റെ സ്വന്തം ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിലല്ല ആനന്ദിച്ചത് എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് തന്റെ ഹൃദയത്തിന്റെ അത്യഗാധതയില് ശക്തിയോടെ ആനന്ദിച്ചു, അല്ലെങ്കിൽ ആധ്യാത്മിക ആനന്ദത്തിന്റെ കൊടുമുടിയിൽ ഉല്ലസിച്ചാർത്ത് വിളിക്കുകയാണ്. എന്നാൽ മൗലിക പാഠത്തില് ടോ പ്നൗമ ടോ ഹാഗിയോൻ എന്നാണ്. ടോ പ്നൗമ ടോ ഹാഗിയോൻ, അതിനർത്ഥം പരിശുദ്ധാത്മാവ് എന്ന് തന്നെയാണ്, യേശുവിന്റെ മാനുഷികാത്മാവ് എന്നല്ല. ഈ പ്നൗമാറ്റോസ് ഹാഗിയോ എന്ന് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ ആള് തന്നെയാണിത് അല്ലേ. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭിണിയായിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, മത്തായി 1:18, സങ്കീർത്തനം 51:11, യെശയ്യാ 63:10-11. അവിടേക്ക് ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്കാണ് പ്നൗമാറ്റോസ് ഹാഗിയു, പരിശുദ്ധ ആത്മാവ്. അവൻ ദൈവത്തിന്റെ ആത്മാവാണ്, മത്തായി 12:28, ഉൽപ്പത്തി 1:1-2. യാഹ്വേയുടെ ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവ്, യെശയ്യാ 11:2. ക്രിസ്തുവിന്റെ ആത്മാവാണ്, 1 പത്രോസ് 1:11. സത്യത്തിന്റെ ആത്മാവാണ്, യോഹന്നാൻ 14:17, 15:26, 16:13. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിൻ എന്ന് യേശുക്രിസ്തു പറഞ്ഞു, മത്തായി 28:19. അത് ഉത്തരനായ യേശുക്രിസ്തു കൽപ്പിച്ചതിൽ നിന്ന് ഈ മൂന്നാളുകളും പരിശുദ്ധ തൃത്വത്തിലെ തുല്യതയുള്ള ആളുകളാണെന്നും അവർ 3 പേരും ചേർന്ന് ഏക സത്യദൈവമാകുന്നു നമ്മൾക്ക് അറിയാം, സഭ പഠിപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ പുത്രനായ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവിനെ സ്തുതിക്കുന്നു. പുത്രൻ തമ്പുരാൻ, പരിശുദ്ധാത്മാവ്, ദൈവപിതാവ്. പരിശുദ്ധ തൃത്വത്തിലെ 3 ആളുകളും ഈ പ്രാർത്ഥനയിലുണ്ട്. ദൈവരാജ്യം എന്നത് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് റോമ 14:17 പൗലോസ് പഠിപ്പിക്കുന്നതിന്റെ പൊരുള് ഇപ്പൊ വ്യക്തമാകുകയാണ്. ദൈവരാജ്യം എന്നത് പരിശുദ്ധാത്മാവിനുള്ള ആനന്ദമാണ്, തുള്ളിച്ചാട്ടലാണ്. ആ ആനന്ദമാണ് ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ സംഭവിക്കുന്നത്. ലിറ്റർജിയിൽ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുകയാണ്. യേശുക്രിസ്തു ആനന്ദിച്ചതുപോലെ മറിയം രക്ഷകനായ ദൈവത്തിൽ തുള്ളിച്ചാടിയതുപോലെ. അങ്ങനെ ലിറ്റർജിയിൽ നമ്മൾ ഈ ആനന്ദം പ്രകടിപ്പിക്കുമ്പോൾ, വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതിസ്പന്ദമായി ഈ ആനന്ദം പ്രകടിപ്പിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിനുള്ളിലായിരിക്കുകയാണ്. ദൈവരാജ്യം നിങ്ങളിലാണ്, നാം ദൈവരാജ്യത്തിനുള്ളിലാണ്. ഇതാണ് ഈ പരിശുദ്ധാത്മാവിൽ ആനന്ദിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. എന്നിട്ട് നമ്മൾ ചോദിച്ചു, എന്തിനാണ് നന്ദി പറയുന്നത്? കൃപയിലൂടെ രക്ഷ എന്ന അവർണ്ണനീയമായ ദാനത്തിന്. ഈ അവർണ്ണനീയമായ ദാനം, വർണ്ണിക്കാൻ പറ്റാത്ത ദാനം എന്ന് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് എടുത്തിരിക്കുന്നത് 2 കൊരിന്ത്യർ 9:15 നിന്നാണ്. അതിന്റെ പശ്ചാത്തലം ലിറ്റർജിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. അതായത് കൊറിന്ത്യരുടെ സ്നേഹത്തിന്റെ ഉദാരതയെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കൃപ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 8:1 2 കൊരിന്ത്യർ 8:1. അതായത് ഗലാത്തിയ സഭയിലും കൊറിന്തോസിൽ സഭയിലെല്ലാം പണം കളക്ട് ചെയ്തിരുന്നു യെറൂസലേമിൽ ദരിദ്രരെ സഹായിക്കാൻ. കൊറിന്ത്യർ അയച്ച പണം സ്വീകരിക്കാൻ യെറൂസലേമിലെ സഭ വൈമനസ്യം കാണിച്ചു, വേണ്ടെന്നുള്ള മട്ടില്. തങ്ങൾ ദുരിതം അനുഭവിക്കുന്നെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് അവർ പണം വാങ്ങിക്കാനായിട്ട് മടി കാണിച്ചത്. അതായത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് ഈ ഇഷ്ടക്കേട്. യെറൂസലേമിലെ സഭ ഈ കൊറിന്ത്യൻ സഭ അയച്ചു കൊടുത്ത പണം സ്വീകരിക്കാൻ വൈമനസ്യം കാണിച്ചു. അപ്പൊ ഇത് രണ്ടും കൊറിന്ത്യരുടെ ഉദാരത, നല്ല ഉദാരമായിട്ട് സംഭാവന ചെയ്തിരുന്നു. അതുപോലെ യഹൂദ ക്രിസ്ത്യാനികളുടെ വൈമനസ്യം, അതായത് പണം സ്വീകരിക്കാനുള്ള ഇഷ്ടക്കേട്. ഇത് രണ്ടും സഭയുടെ ഐക്യതയാണ് സൂചിപ്പിക്കുന്നതാണ് പൗലോസ് പറയണേ. കൊറിന്ത്യര് കൈയടച്ച് പൈസ കൊടുത്തു, പക്ഷെ ആ പൈസ സ്വീകരിക്കുന്ന ഒരു ഇഷ്ടക്കേട് യെറൂസലേമിലെ സഭയ്ക്ക്. ആ വൈമനസ്യവും ഇവരുടെ ഉദാരതയും രണ്ടും സഭയുടെ ഐക്യതയാണ് സൂചിപ്പിക്കുന്നത്, പ്രഘോഷിക്കുന്നത്. പരിശുദ്ധാത്മാവുള്ള ഈ ഐക്യത
അത്രമേൽ ഗംഭീരമായതിനാൽ മാനുഷിക വാക്കുകളിൽ വർണ്ണിക്കാൻ കഴിയില്ല. ഇതാണ് അവർണ്ണനീയമായ ദാനം എന്ന് പറയണേ. ഈ ഐക്യത, അതായത് ഒരു കൂട്ടർ പണം കൊടുക്കും, ധാരാളമായി പണം കൊടുക്കാനായിട്ട് പണം പിരിച്ചു, ആ ഉദാരത. മറ്റുള്ളവർ വളരെ ബുദ്ധിമുട്ടിലാണ്, അവിടെ ഒരു ക്ഷാമമുണ്ടായി, ജീവിക്കാൻ തന്നെ വകയില്ല, എങ്കിലും മറ്റുള്ളവർ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ പണം സ്വീകരിക്കാൻ വൈമനസ്യം. ഈ വൈമനസ്യവും ഉദാരതയും ഇത് പരിശുദ്ധാത്മാവുള്ള ഐക്യമാണ്. ഇതാണ് സഭയുടെ ഐക്യം എന്ന് പറയണേ. പക്ഷെ അത് വർണ്ണിക്കാൻ വാക്കുകളില്ല. അവർണ്ണനീയമായ ദാനം. ഈ ഐക്യതയും അതിന്റെ വിവിധ ചക്രവാളങ്ങളും ദൈവം നൽകുന്ന ദാനമാണെന്നാണ് പൗലോസ് പറയണേ. അതാണ്, ആ വാക്കെടുത്തിട്ടാണ് നമ്മൾ പറയണേ ദൈവം നൽകിയ രക്ഷ. ഈ ദൈവത്തിന്റെ ഉദാരതയും ഇല്ലേ അമർത്തിക്കുലുക്കി നിറച്ചളന്ന് കൃപയിൽ രക്ഷ നമുക്ക് നൽകുകയാണ്, ആ ഉദാരത. അതേസമയം നമുക്കത് സ്വീകരിക്കാൻ, നമ്മൾ ബുദ്ധിമുട്ടിലാണെങ്കിലും സ്വീകരിക്കാൻ നമുക്കൊരു വൈമനസ്യമുണ്ട്. ദാനമാണല്ലോ, അപ്പൊ അതിന് മനുഷ്യർ എന്ന നിലയ്ക്ക് നമുക്കൊരു അഭിമാനക്ഷതമുണ്ട്. പക്ഷേ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും ലിറ്റർജിയിൽ സംഭവിക്കുകയാണ് വാസ്തവത്തിൽ. ഇതാണ് അവർണ്ണനീയമായ ദാനം എന്ന വാക്ക് ഇവിടെ എടുക്കാൻ കാരണം. തീർന്നില്ല. നന്ദി സൂചകമായിട്ട് ദൈവം നൽകുന്ന ഈ കൃപയിൽ രക്ഷ എന്നുള്ള ആ ദാനത്തിന് നന്ദി സൂചകമായിട്ട് നമ്മൾ സമ്മാനം നൽകുകയാണ്. വിശ്വാസത്തിനെയും സ്നേഹത്തിനെയും ബാഹ്യമായ അടയാളമായിട്ട് സമ്മാനം കൊടുക്കുകയാണ്. എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നിന്ന് രണ്ട് സംഗതികൾ, അപ്പവും വീഞ്ഞും. ലോകം മുഴുവനെയും സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണത്. നമ്മെ തന്നെ സമർപ്പിക്കുന്ന പ്രതീകമാണത്. അത് തന്നെ ഒന്ന് ഖരരൂപത്തിലും മറ്റൊന്ന് ദ്രാവക രൂപത്തിലും, അപ്പവും വീഞ്ഞും. ഇത് കുർബാന എന്ന ലിറ്റർജിയിൽ. ഇനി കല്യാണം എന്ന ലിറ്റർജി ആണെങ്കിലോ, കൂദാശയാണെങ്കിലോ, ഭാര്യയും ഭർത്താവും അവരാണ് ദൈവത്തിന് സമർപ്പിക്കുന്നത്. നന്ദി സൂചകമായിട്ട് ലഭിച്ച കൃപയ്ക്ക്, കൃപയാൽ രക്ഷിക്കപ്പെട്ടതിന് ദാനമായിട്ട് നന്ദിയായിട്ട് കൊടുക്കുന്നത് ഭാര്യയും ഭർത്താവിന് സമർപ്പിക്കണേ. അപ്പോഴാണ് ദൈവം അവരെ ഒന്നാക്കുന്നത്. അപ്പോൾ ഈ ദൈവം നൽകിയ ദാനങ്ങൾക്ക്, പ്രത്യേകിച്ചും രക്ഷ എന്ന ദാനത്തിന് നന്ദി സൂചകമായിട്ട് നമ്മൾ സമ്മാനം അർപ്പിക്കുക. ഇതാണ് ഈ മുകളിലേക്കുള്ള ചലനഗതി എന്ന് ഞാൻ പറയുന്നത്. മുകളിലേക്കുള്ള ചലനഗതി. അപ്പോൾ താഴോട്ടുള്ള ചലനഗതി നടക്കുന്നു. എന്താണ് താഴോട്ടുള്ള ചലനഗതി? കൃപയുടെ വർഷം, പരിശുദ്ധാത്മാന്റെ ആവാസം. ഈ രണ്ട് കാര്യങ്ങളാണ് താഴോട്ടുള്ള ചലനഗതി എന്ന് പറയണേ. മുകളിൽ നിന്നും താഴോട്ട്, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക്. കൃപയുടെ വർഷം, വർഷിക്കാന്ന് പറഞ്ഞാൽ ചൊരിയ, വർഷകാലം മഴ പെയ്യുന്നത്, അതിനെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൊല്ലം എന്ന അർത്ഥത്തിലല്ല, വർഷം എന്ന് പറഞ്ഞാൽ മഴ ചൊരിയുന്നത് പോലെ വർഷം, ചൊരിയ. പരിശുദ്ധാത്മാന്റെ ആവാസവും കൃപയുടെ ചൊരിയലും, കൃപയുടെ വർഷം. ഈ സമർപ്പിക്കപ്പെട്ട വസ്തുക്കളുമേലും പിന്നെ എല്ലാവരുടെ മേലും പരിശുദ്ധ റൂഹായെ വർഷിക്കാനായിട്ട് യാചിക്കുകയാണ് സഭ. എന്തിനാ? ഏക പുരോഹിതനായ ക്രിസ്തുവിന്റെ രക്ഷാപ്രവൃത്തിയായ മരണത്തിലും തിരുവുത്ഥാനത്തിലും പങ്കുചേർന്ന്, അതായത് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലിയിൽ പങ്കുചേർന്ന് അനശ്വര ജീവന്റെ ഫലം ചൂടാൻ. ഏക പുരോഹിതനായ ക്രിസ്തുവിന്റെ രക്ഷാപ്രവൃത്തിയായ മരണത്തിലും തിരുവുത്ഥാനത്തിലും പങ്കുചേർന്ന്, അതിനെയാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി എന്ന് പറയണേ. അതിന് പങ്കുചേർന്ന് അനശ്വര ജീവന്റെ, നശ്വരമല്ലാത്ത നശിക്കാത്ത ജീവന്റെ ഫലം ചൂടേണ്ടതിന്. അപ്പോൾ നാം മഹത്വമുള്ള സ്തുതിയുടെ കൃപയായി രൂപാന്തരപ്പെടുമെന്നാണ് ലിറ്റർജി പഠിപ്പിക്കണേ. മഹത്വമുള്ള സ്തുതിയുടെ കൃപയായി. ഇതെടുത്തിരിക്കുന്നത് എഫേസ്യർക്കുള്ള ലേഖനത്തില് 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യ. അത് മനസ്സിലാക്കാൻ ഞാൻ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുക. തന്റെ സന്നിധിയിൽ നാം വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിരിക്കാൻ അവിടുന്ന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ പുത്രന്മാരായി ദത്തെടുക്കേണ്ടതിന് തന്റെ പ്രിയപ്പെട്ടവനിൽ നമ്മിലേക്ക് സൗജന്യമായി ചൊരിഞ്ഞ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻകൂട്ടി നിയമിക്കുകയും ചെയ്തു. കൃപാമഹത്വത്തിന്റെ പുകഴ്ച, ആ വാക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. മഹത്വമുള്ള സ്തുതിയുടെ കൃപയായി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. എന്താണ് ഈ കൃപാമഹത്വത്തിന്റെ പുകഴ്ച? ഗ്രീക്കില് ദോക്സ ഠേസ് ഹാരിത്തോസ് എന്നാണ്. ദോക്സ ഠേസ് ഹാരിത്തോസ്. ഹാരിസ് എന്നതിന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. തിരുവചന ജപമാലകളൊക്കെ ഒരുപാട് വർഷം പഠിച്ചതാണ്. ഹാരിത്തോമിനൊക്കെ പഠിച്ചപ്പോഴ് കൃപ, നന്മ എന്നെല്ലാം അർത്ഥം. ദോക്സ എന്നതിന് മഹത്വം, തേജസ് എന്നൊക്കെ അർത്ഥം. ശരിക്ക് വെയിറ്റ് എന്നാണ്. ശരിക്ക് ദിവ്യ സാന്നിധ്യത്തിന്റെ ഗാംഭീര്യത്തെയാണ് മഹത്വം, തേജസ് എന്നൊക്കെ വിളിക്കുന്നത്. നമ്മളിപ്പോൾ പ്രധാനമന്ത്രി കാണാൻ ചെന്നു, അല്ലെങ്കിൽ മാർപ്പാപ്പയെ കാണാൻ ചെന്നു. അവരുടെ സാന്നിധ്യത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യം, അവരുടെ സാന്നിധ്യത്തിന്റെ ഗാംഭീര്യം, അത് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഗാംഭീര്യം, രക്ഷിക്കുന്ന ദൈവത്തിന്റെ
രക്ഷിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഗാംഭീര്യം, അതിനാണ് ഹീബ്രുവിൽ കവോദ് എന്ന് പറയുന്നത്. അതാണ് ഈ തേജസ്, മഹത്വം എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വം അഥവാ തേജസ് ആവിഷ്കരിക്കപ്പെടുന്നത് ഈ കൃപയിലൂടെയാണ്. ദൈവം രാജാവാണ്, സ്രഷ്ടാവാണ്, രക്ഷകനാണ്. പക്ഷെ അവന്റെ മഹത്വം പ്രകടിപ്പിക്കുന്നത് കൃപയിലൂടെയാണ്, കാരുണ്യത്തിലൂടെയാണ്. അങ്ങയുടെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ പറയുന്നു. അങ്ങയുടെ തേജസ്, അങ്ങയുടെ മഹത്വം. അപ്പോൾ മോശ പറഞ്ഞപ്പോൾ മറുപടിയായിട്ട് ദൈവം എന്താ പറഞ്ഞത്? എന്റെ നന്മയൊക്കെയും നിന്റെ മുമ്പിലൂടെ കടന്നു പോകാൻ ഇടയാക്കി യാഹ്വയുടെ നാമത്തിൽ നിന്റെ മുമ്പാകെ ഞാൻ വിളംബരം ചെയ്യും. അങ്ങയുടെ തേജസ് എന്നെ കാണിക്കണമെന്നാണ് മോശ പറഞ്ഞത്. ദൈവം മറുപടി പറഞ്ഞത്, എന്റെ നന്മയൊക്കെയും നിന്റെ മുമ്പിലൂടെ കടന്നു പോകാൻ ഇടയാക്കും. അങ്ങനെ യാഹ്വയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഞാൻ വിളംബരം ചെയ്യും. പുറപ്പാട് 33:18-19. തന്റെ കൃപയാൽ, നന്മയാൽ രക്ഷിക്കപ്പെട്ട് പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുടെ പരിപ്രേക്ഷ്യത്തിലാണ് തന്റെ മഹത്വത്തെ വിളംബരം ചെയ്യാൻ ദൈവത്തിന് താല്പര്യം. ദൈവം സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, ഇല്ല. പക്ഷേ അവന്റെ സർവശക്തി കാണിക്കുന്നത് ആരാണോ കൃപ സ്വീകരിച്ചത് അവന്റെ കണ്ണിലൂടെ കാണാനാ. ആരാണോ ദൈവത്തിന് നന്മ സ്വീകരിച്ചത് അവരുടെ കണ്ണിലൂടെ. എന്ന് വെച്ചാൽ കൃപ സ്വീകരിക്കുന്നവരുടെ പക്ഷത്തോടെ കാണാനാണ് കർത്താവിന് താല്പര്യം. അല്ലാതെ ഞാൻ ഇങ്ങനെ സ്രഷ്ടാവാണ്, ഞാൻ രക്ഷകനാണ്, ഞാൻ ഗാംഭീര്യമുള്ളവനാണ്, അതിൽ നിങ്ങൾക്ക് പേടിച്ച് വിറയ്ക്കണം, അങ്ങനെയല്ല. നന്മയാണ് ദൈവം, നല്ലവനാണ് ദൈവം, വാത്സല്യമുള്ള പിതാവാണ്. അതുകൊണ്ട് അവന്റെ തേജസ് പേടിപ്പെടുത്തുന്ന തേജസ് അല്ല അവൻ കാണിക്കുന്നത്. ചുരുക്കം ചില സന്ദർഭങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ മിക്കപ്പോഴും കാണിക്കുന്നത് അവന്റെ നന്മയൊക്കെയും വിളംബരം ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ കൃപ സ്വീകരിച്ചവരെ വീക്ഷണകോണിലൂടെ കാണാനാണ് കർത്താവിന് താല്പര്യം. അതുകൊണ്ടാണ് കൃപാമഹത്വം എന്ന് പൗലോസ് പറയണേ. കൃപാമഹത്വം, രണ്ടു വാക്കുകൾ നമ്മൾ നോക്കിയേ. മഹത്വം എന്ന് പറഞ്ഞാൽ ഗാംഭീര്യം, കൃപ എന്ന് വെച്ചാൽ കാരുണ്യം, നന്മ. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിരിക്കുകയാണ് പൗലോസ്. ആ വാക്കാണ് നമ്മൾ ലിറ്റർജിയിൽ ഉപയോഗിക്കുന്നത്. പുകഴ്ചയ്ക്കായി, കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, പുകഴ്ച. പഴയ നിയമത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ജീവിച്ചത് തന്നെ. യെശയ്യാ 43:21. പലപ്പോഴും അവർ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അവരുടെ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ ഒരു ജനതയുള്ള കാലത്ത് ആ ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തത്. പിന്നെ ആ സ്തുതിപ്പ് ഈ ഏകസത്യ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർ പറയാനും ജനതകൾക്ക് പ്രകാശമാകാനെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്. പുതിയ നിയമത്തില് ദൈവത്തിന്റെ രക്ഷാപദ്ധതി എന്ന ദിവ്യരഹസ്യം തിരിച്ചറിയുന്ന ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തെ സ്തുതിക്കാനും അവിടത്തേക്ക് നന്ദി പറയാനും കടപ്പെട്ടിരിക്കുന്നു. ഇതുകൊണ്ടാണ് തിരുസഭയെ ആരാധനാ സമൂഹം എന്ന് വിളിക്കുന്നത്. ആരാധനാ സമൂഹമാണ് തിരുസഭ, സംഘടനയല്ല. ആരാധനാ സമൂഹം. ലിറ്റർജി ഇല്ലെങ്കിൽ പിന്നെ സഭയില്ല, തിരുസഭയില്ല. വെറും ഒരു മാനുഷിക സംഘടനയേ ഉള്ളൂ. ഈ പെന്തക്കോസ്തക്കാര്, ദൈവസഭക്കാര്, യഹോവ സാക്ഷികള്, ക്രിസ്റ്റാഡൽഫിയൻസ്, അങ്ങനെയുള്ളവരെല്ലാം ലിറ്റർജി ഇല്ലാത്തതിനാൽ വെറും ഒരു മാനുഷിക സംഘടന മാത്രമാണ്. അവിടെ അത്ഭുതോ ഭാഷാവാരോ ഒക്കെ ഉണ്ടായാലും ലിറ്റർജി ഇല്ല. അതുകൊണ്ട് ദൈവിക ജീവൻ നൽകപ്പെടുന്നില്ല. അപ്പോ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി, സ്തോത്രം ചെയ്യാൻ നന്ദി പറയാം. ഞാനിത് മുമ്പ് വേറൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കുർബാനയ്ക്കുള്ള വാക്ക് യൂക്കറിസ്റ്റ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എവിക്കരിസ്തയ എന്നാണ് ഗ്രീക്കില്. എവിക്കരിസ്തയോ, അതിൽ നിന്നാണ് നന്ദി പ്രകാശനം, കൃതജ്ഞതാ സ്തോത്രം എന്നൊക്കെ പറയുന്നത്. ഈ ദൈവത്തിന് മുമ്പിൽ നമ്മൾ അപ്പവും വീഞ്ഞും എടുത്തിട്ട് ദൈവത്തിന് ഉപയോഗത്തിനെ പൊക്കി പിടിച്ചിട്ട് അവൻ തന്ന ദാനത്തിൽ നിന്നും അവന് സമ്മാനം കൊടുക്കുകയാണ്. കാരണം എന്താ? അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നു. അപ്പോ വിശ്വാസത്തിലും സ്നേഹത്തിലും നമ്മളൊരു സമ്മാനം കൊടുക്കുകയാണ്. ദൈവത്തിന് ഉപയോഗത്തിനായി ഇങ്ങനെ അപ്പം ഉയർത്തിപ്പിടിക്കുകയാണ്, വീഞ്ഞ് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇതിനാണ് എവിക്കരിസ്തയോ എന്ന് പറയണേ. കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. അപ്പോൾ എവുലഗയോ, എവുകൾ വാഴ്ത്തി എന്നാണ്. വാഴ്ത്തി അല്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല, അച്ഛൻ കുരിശു വരയ്ക്കുന്ന വാഴ്ത്തി എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാൻ അയക്കുകയാണ് പിതാവ്. ദൈവപിതാവ് പരിശുദ്ധാത്മാൻ അയക്കുകയാണ്. നമ്മൾ പുരോഹിതൻ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്ന് ക്രിസ്തുവിന് ഏക പുരോഹിതനേ ഉള്ളൂ. മറ്റുള്ളവരൊക്കെ അവന്റെ ശുശ്രൂഷകരാണ്. ആ ക്രിസ്തു എന്ന ഏക പുരോഹിതനിൽ നിന്ന് പുരോഹിതൻ, ഈ ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ടുള്ള പുരോഹിതൻ ഈ അപ്പവും വീഞ്ഞും ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി ഇങ്ങനെ ഉയർത്തുമ്പോൾ അതിലേക്ക് പരിശുദ്ധാത്മാൻ അയക്കുന്നതാണ് എവുലഗയോ, വാഴ്ത്തി. നോക്കുക, മുകളിലോട്ടുള്ള ചലനഗതി, താഴോട്ടുള്ള ചലനഗതി. നമ്മൾ
അപ്പവും വെജും ദൈവത്തിന്റെ ഉപയോഗത്തിന് ഉയർത്തുന്നു. അതിനെയാണ് ദൈവത്തിന്റെ ഉപയോഗം മാറ്റി നിർത്തുക. ഇതിനെയാണ് പരിശുദ്ധമാക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ്. പൂജിതമാക്കുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. ദൈവത്തിന്റെ ഉപയോഗത്തിനെ മാറ്റി നിർത്തുക. ആ മാറ്റി നിർത്തുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയണേ. അപ്പൊ ദൈവത്തിന്റെ ഉപയോഗത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തി നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അതിലേക്ക് അയക്കുകയാണ് ദൈവം. അപ്പം മുകളിലോട്ടൊരു ചലനഗതി, താഴോട്ടൊരു ചലനഗതി. ഇതാണ് ഇരട്ട ചലനഗതി ലിറ്റർജിയിൽ ഉണ്ടെന്ന് പറയണേ. ഇതാണ് ഈ ഇന്നത്തെ ഈ ഖണ്ഡം, ഈ വകുപ്പ് പറയുന്നത്. തീർന്നില്ല. ഇത് തന്നെ ഞാൻ വേറെ തരത്തിൽ ഞാൻ അവതരിപ്പിച്ചിരുന്നു. ലിറ്റർജിയെക്കുറിച്ച് കർത്താവ് നേരിട്ട് ഏൽപ്പിച്ചതാണ് ലിറ്റർജി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ടോക്ക് ഉണ്ട്. ഒരു 1.5 മണിക്കൂറോളം നീണ്ട ടോക്കാണ്. അതിൽ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ഉദാഹരണങ്ങൾ കർത്താവ് നേരിട്ട് നൽകി എന്നുള്ളതിന് ഒരെണ്ണം കൂടെ ആവർത്തിക്കട്ടെ. എമ്മാവസിലേക്ക് പോയി, അതായത് യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്ത അന്നാണ് എമ്മാവസിലേക്ക് പോകുന്നത്. അന്ന് അവിടെ എന്താ ചെയ്തത്? ഈ എമ്മാവസിലേക്ക് പോകുന്ന വഴി വചനം വ്യാഖ്യാനിച്ചു. അവിടെ ചെന്നിട്ട് അനാഫറ, ഇത് രണ്ട് കാര്യങ്ങളാണ് ചെയ്തത് കർത്താവ്. വചന ശുശ്രൂഷ വഴിയില്, അനാഫറ വീട്ടില്, ഇങ്ങനെ 2 കാര്യങ്ങൾ. അപ്പോ കർത്താവ് ഉത്ഥാനം ചെയ്ത അന്ന് ചെയ്തത് കുർബാനയാണ്. അവൻ ആദ്യമായിട്ട് ഉത്ഥാനം ചെയ്ത അന്ന് ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ട് ചെയ്തത് കുർബാനയാണ്. വചന ശുശ്രൂഷയും അനാഫറയും. ഇതിൽ നിന്നാണ് നമുക്കിതെല്ലാം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ലിറ്റർജി, സീറോ മലബാർ സഭയുടെ ലിറ്റർജിയിലേക്ക് വരുമ്പോൾ 86 മാർപ്പാപ്പ വന്ന് ഉദ്ഘാടനം ചെയ്തു ലിറ്റർജി. അത് മുഴുവൻ ദൈവോന്മുഖ കുർബാനയായിരുന്നു. പക്ഷേ പല രൂപതകളും സ്വീകരിക്കാൻ തയ്യാറായില്ല. അങ്ങനെ പ്രശ്നങ്ങളായി. 89 പല രൂപതകളും സ്വീകരിച്ചു മുഴുവൻ ദൈവോന്മുഖ കുർബാന. പക്ഷെ പല രൂപതകളും സ്വീകരിച്ചില്ല. ചില രൂപതകളിൽ പകുതിയായി. അതായത് ഇപ്പൊ നമ്മൾ നടത്തുന്ന പോലെ വചന ശുശ്രൂഷ ജനങ്ങൾക്ക് അഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടും, ഒരുപാട് രൂപതകളിൽ മുഴുവൻ ജനാഭിമുഖം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. അങ്ങനെ ഇതെല്ലാം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി 1999 നമ്മുടെ മെത്രാന്മാര്, സീറോ മലബാർ സഭയുടെ മെത്രാന്മാര്, പൗരസ്ത്യ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ മെത്രാന്മാര് ഒരു തീരുമാനമെടുത്തു. അതായിരുന്നു കോംപ്രമൈസ്. സമവായം എന്ന് പറയുന്ന കോംപ്രമൈസ്, സമരസപ്പെടെന്ന് പറഞ്ഞത് ആ 99 തീരുമാനം. എല്ലാവരും ഐക്യതയിൽ വരാൻ, ഏകീകൃത രൂപമുണ്ടാകാൻ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടും സമാപനാശീർവാദം വീണ്ടും ജനാഭിമുഖമായിട്ടും. അതിലൂടെ എന്താണ് മെത്രാന്മാർക്ക് അതന്ന് അതിന്റെ എല്ലാം വശങ്ങൾ അറിഞ്ഞിട്ടാണോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഭയങ്കര വലിയൊരു കണ്ടുപിടുത്തമാണ് മെത്രാന്മാർ ചെയ്തത്. ഒരു ഒറിജിനൽ കൺട്രിബ്യൂഷൻ. കാരണം നമുക്ക് അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ മുഴുവൻ ദൈവോന്മുഖം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആബറേഷനായിട്ട് വന്നതാണ് മുഴുവൻ ജനാഭിമുഖം, തെറ്റായിട്ട് വന്നത്. പക്ഷേ ഇത് ഒരു ശരിക്കുള്ള കോംപ്രമൈസ്. പക്ഷെ ആ കോംപ്രമൈസിനകത്ത് ഒരു ദൈവശാസ്ത്രമുണ്ട്. വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടും സമാപനാശീർവാദം വീണ്ടും ജനാഭിമുഖമായിട്ടും. ഈ ഇരട്ട ചലനങ്ങൾ, അതായത് മുകളിലോട്ടുള്ള ചലനഗതിയും താഴോട്ടുള്ള ചലനഗതിയും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നതാണ് ഇപ്പോഴത്തെ കുർബാനയുടെ ഏകീകൃത രൂപം. ഇത് 99 തീരുമാനിച്ച ഞാൻ പറഞ്ഞു. നമ്മുടെ മെത്രാന്മാരുടെ എന്തെല്ലാം കുറവുകൾ അവർക്കുണ്ടെങ്കിലും നമ്മുടെ മെത്രാന്മാരെ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ട് തന്നെയാണ് ഈ ഇതിലേക്ക് വന്നതെന്ന്, ഈ ഏകീകൃത രൂപത്തിലേക്ക് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാവുന്ന മെത്രാന്മാരുണ്ടെങ്കിൽ, സ്നേഹിതന്മാരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണം. ഇത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. നരികുളച്ചന് മറുപടി കൊടുത്തപ്പോൾ നരികുളച്ചൻ 50-50 എന്ന് പറയുന്ന സംഗതി ഇല്ല, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിച്ചപ്പോൾ അതിന് ഞാൻ മറുപടി കൊടുത്തിരുന്നു. മെത്രാന്മാർ ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ മറുപടി കൊടുത്തത്. ആ മറുപടിയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, ഇത് നമ്മുടെ മെത്രാന്മാരെ നടത്തിയ വലിയൊരു ഗംഭീരമായ കൺട്രിബ്യൂഷനാണ്. 2 കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മാർഗം എന്തുകൊണ്ടാണ് ഇത്ര ഗംഭീരമെന്ന് പറയണേ. 2000 ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്റർജി എന്ന പുസ്തകം ബെനഡിക്ട് മാർപ്പാപ്പ എഴുതുന്നത്. അതിനകത്ത് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് ഈ ജനാഭിമുഖം മാറി ലത്തീൻ സഭയിലും ജനാഭിമുഖം മാറണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് ഈ രീതിയാണ്. അതായത് വചന ശുശ്രൂഷ ദൈവോന്മുഖമായിട്ടും അനാഫറ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും അനാഫറ ദൈവോന്മുഖമായിട്ടും. അപ്പൊ അദ്ദേഹം മുമ്പ് ലത്തീൻ സഭയിലും മുഴുവൻ ദൈവോന്മുഖമായിരുന്നു. പക്ഷെ ഇത് ഒരു പുതിയ ക്രിയേറ്റീവായുള്ള സർഗാത്മകമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മെത്രാന്മാരുടെ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഒരു ഇൻസ്പിറേഷൻ ബെനഡിക്ട് മാർപ്പാപ്പയ്ക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് നമ്മുടെ മെത്രാന്മാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ ലത്തീൻ സഭയിലും ഈ ഒറിജിനൽ രൂപത്തിലേക്ക്, അതായത് ദൈവോന്മുഖമായിട്ട് കുർബാന വേണം എന്നുള്ള ആ ചർച്ചകൾ നടക്കുകയാണ്. ഒരു പക്ഷെ അവിടെ അവർ വീണ്ടെടുക്കുമ്പോൾ മുഴുവൻ ദൈവോന്മുഖമാകുന്നതിന് പകരം ഇപ്പോൾ സീറോ മലബാർ സഭയിൽ ഉള്ളതുപോലെ ഈ വചന ശുശ്രൂഷ ജനാഭിമുഖമായിട്ടും
അനാഫറ ദൈവാനുമുഖമായിട്ടും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ഈ ഇരട്ട ചലനഗതി, അതായത് മുകളിലോട്ടും താഴോട്ടുമുള്ള ചലനഗതി വേണ്ട വിധത്തിൽ പ്രകാശിപ്പിക്കപ്പെടുക. ചിലപ്പോൾ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ പൗരത്വ സഭകളാണ് വിശ്വാസത്തിന്റെ കാര്യത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിരിക്കുന്നത്. ലത്തീൻ സഭ നൽകിയതിനേക്കാൾ കൂടുതൽ സംഭാവന നൽകിയിരിക്കുന്നത്. ലത്തീൻ സഭ ഇപ്പോൾ ഈ ഏകീകൃത രീതി എന്ന് പറയുന്ന സീറോ മലബാർ സഭയിലെ രീതിയാണ് അവലംബിക്കാൻ പോകുന്നതെങ്കിൽ, ഈ ഇരട്ട ചലന വേഗം കണക്കിലെടുത്ത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശം കണക്കിലെടുത്ത് അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പൗരസ്ത്യ, സുറിയാനി, കത്തോലിക്ക മെത്രാന്മാരെന്ന സീറോ മലബാർ സഭയുടെ മെത്രാന്മാർക്കായിരിക്കും. അതിനുവേണ്ടി ഈ നിർദ്ദേശങ്ങൾ കൊടുത്താൽ ലിറ്റർജിക്കൽ കമ്മിറ്റി, സെൻട്രൽ ലിറ്റർജിക്കൽ കമ്മിറ്റി, വിവിധ കമ്മിറ്റി, ലിറ്റർജി പ്രൊഫസേഴ്സ്, ലിറ്റർജിയുടെ എക്സ്പേർട്സ്, പിന്നെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത അനേകം ആളുകൾ, നിർദ്ദേശങ്ങൾ കൊടുത്തവരെല്ലാം അവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു. വലിയൊരു നമ്മുടെ മെത്രാന്മാരുടെ ഒരു വലിയ കണ്ടുപിടുത്തം എന്ന് പറയാവുന്ന വലിയ ഒരു സംഭാവനയാണ് ഈ ഏകീകരണ കുർബാന രീതി എന്നുള്ളത്. അത് ഈ ലിറ്റർജിയുടെ ഉറവിടവും ലക്ഷ്യവും ദൈവപിതാവാണ് എന്ന ചർച്ചയിൽ വളരെ മനോഹരമായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് കത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ. ഇത് വെറുതെ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് ആ വകുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തത്. ഇത് നിങ്ങൾ വളരെ ഗൗരവമായ കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കുന്നവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ലിറ്ററേച്ചറെ കുറിച്ച് താല്പര്യമുള്ളവർക്ക്, സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യത്തെക്കുറിച്ചും നമ്മുടെ മെത്രാന്മാരുടെ കൺട്രിബ്യൂഷനെ കുറിച്ചും താല്പര്യമുള്ളവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണമെന്നും ഇത് പ്രചരിപ്പിക്കണമെന്നും ഇത് നമ്മൾ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു സംഭാവനയാണ്, ദൈവശാസ്ത്രവും ലിറ്റർജിക്കലായിട്ടുള്ള സംഭാവനയാണെന്ന കാര്യം ലോകത്തോട് മുഴുവൻ പറയണമെന്നും ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.